കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ PJ ജോസഫ്. അദ്ദേഹം 84 വയസ്സ് തികയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ ഇതിൻ്റെ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പവും സ്നേഹവും ഉള്ള ഒരു നേതാവാണ് PJ ജോസഫ്. ഞാൻ ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തെ കോളേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തോടു കൂടെ കോളേജിൽ വന്ന മറ്റൊരാളെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മുടെ കവിയും മുൻ മന്ത്രിയുമായ മാർക്സിസ്റ്റ് നേതാവ് G. സുധാകരൻ. സംഗതി വശാൽ ഇവർ രണ്ടുപേരും ഒരേ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുമിച്ചാണ് വന്നത്. അവരോട് നടത്തിയ പ്രസംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. ഏതായാലും PJ ജോസഫിനെ നമുക്കറിയാം. അദ്ദേഹം 1970 കേരള നിയമസഭയിൽ ആദ്യമായിട്ട് എത്തിയത്. അതേ നിയമസഭയിൽ തന്നെയാണ് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും അംഗം കുറിച്ചത്. അവരെല്ലാവരും നിയമസഭയിലെ കന്നിക്കാരായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് മുതൽക്ക് ഏതാണ്ട് തൊടുപുഴയുടെ അവിഭാജ്യ ഘടകമാണ് PJ എന്ന് അവർ വിളിക്കുന്ന, അല്ലെങ്കിൽ ഔസേപ്പച്ചൻ എന്ന ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്ന PJ ജോസഫ്. ജോസഫ് ഇടക്കാലത്ത് ഒരിക്കൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും പിന്നെ ഒരിക്കൽ PT തോമസിനോട് തോറ്റപ്പോഴും അങ്ങനെ 2 തവണ മാത്രമേ തൊടുപുഴയുടെ MLA സ്ഥാനം അലങ്കരിക്കാതെ ഉള്ളൂ. അത് 1977 ആദ്യമായിട്ട് മന്ത്രിയായത്. KM മാണിയുടെ തെരഞ്ഞെടുപ്പ് കേസ് ഇതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നപ്പോൾ 77 അവസാനം ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയിട്ടു. അദ്ദേഹം വഹിച്ച വകുപ്പുകളൊക്കെ മോശപ്പെട്ട വകുപ്പൊന്നുമല്ല. ആഭ്യന്തരം, വിദ്യാഭ്യാസം, റവന്യൂ, ഭവന നിർമ്മാണം, പൊതുമരാമത്ത്, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെയാണ് ഭരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം പുള്ളി വ്യക്തിപരമായിട്ട് ഒരഴിമതിയും ചെയ്തില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഭരണകാലത്ത് അഴിമതിയേ ഉണ്ടായില്ല എന്നല്ല, പുള്ളിയെ മുൻനിർത്തിക്കൊണ്ട് പുള്ളിയുടെ കിങ്കരന്മാരും സേവകന്മാരും പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരും നല്ലപോലെ കൈയിട്ട് വാരി പഴി ഇദ്ദേഹത്തിന് കിട്ടുകയും. പുള്ളി അഴിമതി നടത്തിയില്ലെങ്കിലും അഴിമതിക്കാരേക്കാൾ ഫലം ചെയ്തു എന്നുള്ളത് സത്യമാണ്. പിന്നെ പുള്ളിയുടെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ മന്ത്രിയായിരിക്കണം അല്ലെങ്കിൽ MLA ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. മന്ത്രി ആയാലും കൊള്ളാം, MLA ആയാലും കൊള്ളാം, ഒന്നും അല്ലെങ്കിലും കൊള്ളാം. ഒന്നും അല്ലാത്ത സമയത്ത് പുള്ളി വളരെ സന്തോഷമായിട്ട് കൃഷി പശുക്കറവയായിട്ട് ജീവിക്കുന്ന ആളാണ്. ഒരു കർഷകനായിട്ട് അറിയപ്പെടുന്നതാണ് പുള്ളിക്ക് മന്ത്രിയായിട്ട് അറിയപ്പെടുന്നതിനേക്കാളും താല്പര്യം. വലിയ കർഷകനാണ്, വലിയ ക്ഷീര കർഷകനാണ്, പശുക്കളെ ജീവതുല്യം സ്നേഹിക്കുന്ന ആളാണ്, ഓരോ പശുവിനും പേരെടുത്ത് വിളിക്കുന്ന ആളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.